ഹരേ ദേവി മഹാമായേ നമോ നമ. കേട്ടുകൊള്ളുക സർവശ്രേഷ്ഠ, വിസ്തരിച്ചു പറഞ്ഞിടാം. അറിയും മട്ടിലാ ദേവി ദേഹോ ഉൽപ്പത്തി മഹാശയ. ബ്രഹ്മാവോ രുദ്രനോ സാക്ഷാൽ വിഷ്ണുവോ സുരനാഥനും ശരിക്കും ആ രൂപം ഓതാൻ ശക്തരാവില്ല ഒരിക്കലും. എങ്ങ് നിന്ന് എമ്മട്ടിൽ എന്ത് ഇന്നെല്ലാം ഓതുവാൻ പണി. ഉൽപ്പന്നയായി ഒന്നു മാത്രം ചൊല്ലാൻ വാക്കിൻ തുടക്കമായി. നിത്യദാനാദേവി എന്നും സുരകാര്യാർത്ഥമായവൾ. ഒന്നോ നാനാരൂപമോ കൈക്കൊള്ളൂ കാര്യാനുസാരമായി. ഒരേ നടൻ കാണികളെ രസിപ്പിക്കാൻ പലതരം വേഷങ്ങൾ കെട്ടി പലരായി രംഗത്തിക്കൽ വരുംപടി. അരൂപയും നിർഗുണയുമെങ്കിലു സൗണാകൃതി പലതും ദേവകാര്യാർത്ഥം കൈക്കൊള്ളൂ ദേവീ ലീലയാൽ. കർമ്മരൂപാനുഗുണമായി ദ്വാധർത്ഥ ഗുണമൊത്തതായി അമുഖ്യനാമങ്ങൾ അവൾക്കുണ്ടായി തീരുന്നതിങ്ങനെ. തേജോരാശിയിൽ നിന്ന് എമ്മട്ടവളുണ്ടായതെന്നു ഞാൻ ചൊല്ലിത്തരാം. എൻ ബുദ്ധിക്കു ചേരും മട്ടിൽ നരാധിപ. ഹരന്റെ തേജസ്സിൽ നിന്നു അവൾ തൻ മുഖപങ്കജം വെണ്മയും നല്ല വടിവും ചേർന്നുണ്ടായി മഹത്തരം. യമ തേജസ്സിൽ നിന്നുണ്ടായി ദേവിതൻ സ്നിഗ്ധകുന്തളം. അഗ്രം ചുരുണ്ടു ഏറെ നീണ്ടു കരിക്കൊണ്ടൽ നിറത്തിടും. വന്യ തേജസ്സിൽ നിന്നുണ്ടായി ദേവിതൻ 3 കണ്ണുകൾ. കൃഷ്ണം ശ്വേതം രക്തമെന്നീ ഭൂവർണ്ണത്താലലങ്കൃതം. സാന്ധ്യ തേജസ്സിൽ നിന്നുണ്ടായി പുരികം സ്നിഗ്ധകോമളം. കറുത്തിരുണ്ട് താരമ്പൻ വില്ലുപോലെ വളഞ്ഞതായി ദേവി. വായു തേജസ്സിൽ നിന്നുണ്ടായി ശ്രേഷ്ഠയാൻ 2 കാതുകൾ. അലർബാണന്റെ നല്ലൂഞ്ഞാൽ പോലെ പാകത്തിലുള്ളതായി. ശ്രീത തേജസ്സിൽ നിന്നുണ്ടായി ദേവിതൽ ചാരുനാസിക. സ്നിഗ്ധസുന്ദരമാം എള്ളിൻ പൂ പോലെ മനോജ്ഞമായി. അമ്മേ മഹാമായി. ദക്ഷാതി തേജസ്സാലുണ്ടായി മിനിപ്പാണ്ടുള്ള പല്ലുകൾ. മുല്ലപ്പൂ മൊട്ടുപോലെ അഗ്രം കൂർത്തു വെൺമതി 2. അരുണൻ തൻ്റെ തേജസ്സാൽ ചെന്തൊണ്ടിച്ചുണ്ടു മൗവിധം. സ്കാന്ത തേജസ്സിനാലുണ്ടായി രമ്യമാം അധരോഷ്ടവും. വിഷ്ണു തേജസ്സിനാലുണ്ടായി 18 ഭുജാവലി. വസുക്കളുടെ തേജസ്സാലുണ്ടായി ചെം പല്ലവാങ്കുലി. ശ്രേഷ്ഠം ബാർക്കൊങ്കയുവളം തിങ്കൾ തേജസ്സിനാൽ തഥാ. ഇന്ദ്ര തേജസ്സിനാലുണ്ടായി മധ്യം ത്രിപരി ചേർന്നതായി. പൂവിൻ തേജസ്സിനാലുണ്ടായി ചീർത്തുള്ളൽ കിടവും തഥാ. കണങ്കാലും തുടകളും പാശി തേജസ്സിനാലുമേ. ശുഭം ആകാര സൗഭാഗ്യമേവമാണ്ടൊരു പെൺകൊടി. ആ തേജോ മണ്ഡലത്തിങ്കലുണ്ടായി സുമധുരസ്വര. ആ ചാരുനേത്രയാം സർവസൗന്ദര്യ പൊന്തിടമ്പിനെ കണ്ടു മോദം പൂണ്ടിതേറ്റു മഹിഷാർദിതരാം സുരർ. ഹരേ ദേവി മഹാമായേ